വിശ്വഗുരു. ഇതാണല്ലോ പൊതുവെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ച് ഈ അടുത്ത കാലത്തായി വിശേഷിപ്പിക്കപ്പെടുന്ന പദം. അദ്ദേഹം സ്വയം ഒരു വിശ്വഗുരുവായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ സമാരാധ്യനായ ഇന്ത്യയുടെ മുഖമായി അംഗീകൃത ലോക നേതൃത്വത്തിന്റെ ഒരു ഭാഗമായി ലോകത്തിന്റെ ഒരു ഹയറാർക്കിയിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. അത് തീർച്ചയായും വിസിബിലിറ്റി നോക്കുമ്പോൾ ലോകത്തെ 6 പേരിൽ ഒരാൾ ഭാരതീയനാണ്. ലോക ജനസംഖ്യയുടെ 1/6 ഉള്ള ഭാരതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന യഥാർത്ഥ ഭരണാധികാരിയായ ഡിഫാക്ടോ ലീഡർ അത് പ്രധാനമന്ത്രി തന്നെയാണ്. സ്വാഭാവികമായും ലോക നേതാക്കളുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനവും ആദരവും നെഹ്റുവിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രധാനമന്ത്രി ഒരുപക്ഷെ നരേന്ദ്രമോദിയാണ് എന്നാണ് പല നിരീക്ഷകരുടെയും അഭിപ്രായം. അങ്ങനെയുള്ള ഒരാൾ പലപ്പോഴും മുൻകാലങ്ങളിൽ പൂർവാശ്രമത്തിൽ അല്ല എങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അല്ലെ അതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ അല്ല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം. അദ്ദേഹത്തിൽ നിന്നും വംശീയ വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ അത്യപൂർവമായി മാത്രമേ സംഭവിച്ചിരുന്നുള്ളൂ. അത് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കഴിഞ്ഞ് പോളിംഗ് കുറഞ്ഞ സമയത്ത് ഒന്നാം ഘട്ടത്തിനും രണ്ടാം ഘട്ടത്തിനും ഇടയ്ക്കും രണ്ടാം ഘട്ടത്തിനും മൂന്നാം ഘട്ടത്തിനും ഇടയ്ക്കും 3-നും 4-നും ഇടയ്ക്കും 4-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷവും നിരന്തരമായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും വരുന്ന ചില വാക്കുകൾ സാമുദായിക സ്പർദ്ധ വളരുന്നതിന് കാരണമാകുന്നുണ്ടോ എന്ന് പല കേന്ദ്രങ്ങളും സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായം സൂക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നും അതിനുള്ള കാരണമായി തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ ഉപയോഗിച്ച ഒരു പിടി കാര്യങ്ങളുണ്ട്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ തുടങ്ങിയ അതെനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസം 21-ാം തീയതിയോ മറ്റോ ആണ് തുടങ്ങിയ ഒരു 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 വിദ്വേഷ പ്രചരണം എന്ന് പറയാനാവില്ല എങ്കിൽ പോലും വിദ്വേഷം നിറഞ്ഞ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന, സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന, കേൾവിക്കാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ചില നിഗമനങ്ങളും മോദിയുടെ തന്നെ പ്രഖ്യാപനങ്ങളും. അതിലൊന്നാണ് ഇന്ത്യയുടെ വിഭവങ്ങളുടെ ഒരു പങ്ക് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണ് എന്നും വർഷങ്ങൾക്ക് മുൻപ് ശ്രീ മൻമോഹൻ സിംഗ് 2006-ൽ നടത്തിയ ഒരു പരാമർശം അല്ലെങ്കിൽ ആ രേഖ അത് പൊടി തട്ടിയെടുത്ത് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സമ്പത്ത്, വിഭവങ്ങൾ അത് ന്യൂനപക്ഷങ്ങളിലേക്ക് പോകും. നിങ്ങൾക്ക് 2 എരുമയോ കാളയോ ഉണ്ടെങ്കിൽ അതിലൊന്ന് ന്യൂനപക്ഷങ്ങൾക്ക് എടുത്തു കൊടുക്കും. നിങ്ങളുടെ കെട്ടുതാലി തന്നെ പൊട്ടിച്ച് അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യും. നിങ്ങളുടെ ആസ്തികൾ പുനർനിർണയിച്ചതിന് ശേഷം അത് വിതരണം ചെയ്യുന്നത് ഏറെ മക്കളുള്ള, ഒരുപക്ഷെ സ്വാഭാവികമായും ഏറെ മക്കളുള്ള വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ ആകാം. അത് പറയുന്നില്ല, മോദി ഒരിടത്തും തെളിച്ചു പറയുന്നില്ല. ബംഗ്ലാദേശിൽ നിന്നോ അവിടുന്ന് ഇവിടുന്നോ നുഴഞ്ഞുകയറ്റക്കാരായ ഏറെ മക്കളുള്ളവർക്ക് വീതിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ആരോപണം അല്ലെങ്കിൽ ആ സാധ്യത ചൂണ്ടുന്നത് ഒരുപക്ഷെ മുസ്ലിം വിഭാഗത്തിലേക്കാവാം എന്ന ഒരു നിരീക്ഷണം പൊതുവെ ഉണ്ട്. ഇവിടെ ഈ വീഡിയോയിൽ പൊതുവെ സമ്മതിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രചരണത്തിലേക്ക് നീങ്ങുന്നു, അതാണ് ചോദ്യം. അത് മാത്രമല്ല, ഇതിന് മധ്യേ മോദി അങ്ങനെ അഭിമുഖം കൊടുക്കാറില്ല, മാധ്യമങ്ങൾക്ക് അധികം അഭിമുഖങ്ങൾ കൊടുക്കാറില്ല, പത്രസമ്മേളനം വിളിച്ചു കൂട്ടാറേയില്ല. എന്നാൽ അത്യപൂർവമായി നടത്തുന്ന ചില അഭിമുഖങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പറയുന്ന കാര്യം, ഹിന്ദു മുസ്ലിം കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അന്ന് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ വളരെ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളുമായി സംവദിക്കുകയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തുകയും അതിന് തൊട്ടു പിറ്റേ ദിവസം തന്നെ ഇന്ത്യയുടെ സമ്പത്തിന്റെ 15% മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും. കാരണം മുസ്ലിം ജനസംഖ്യ ഏതാണ്ടത് ആ ഒരു ശതമാനത്തിലാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന വാക്കിനോടുള്ള നീതി പുലർത്താൻ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാം. കടുത്ത മോദി ആരാധകരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ അപാകത ഒന്നും തന്നെയില്ല. ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കും എന്ന് പറയുമ്പോൾ അതൊരു ശതമാനക്കണക്കാണ് പറയുന്നത്. ഇതിന് യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്ത കാര്യമാണ്. അത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യും എന്ന രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കലായി മോദി പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഇതിനുള്ള ഡിഫൻസ് ആയി പലപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഡിഫൻസ് എന്ന് പറയുന്നത്
മോദിയെ നിങ്ങൾ പ്രധാനമന്ത്രി മോദിയായിട്ട് മാത്രം കാണരുത്. BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും താരപ്രചാരകനാണ് മോദി. മോദിയിലേക്കാണ് രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കുന്നത്. അതിനാൽ മോദി എന്ന പ്രചാരകനെയും മോദി എന്ന പ്രധാനമന്ത്രിയെയും വേറിട്ട് കാണണം. മോദി എന്ന പ്രധാനമന്ത്രിയല്ല പ്രചാരണം നടത്തുന്നത്, മറിച്ച് മോദി എന്ന ഒരു താരപ്രചാരകൻ BJPയുടെ നേതാവായി മോദിയെ കാണുമ്പോൾ സ്വാഭാവികമായി BJPക്ക് എന്താണ് പറയാനുള്ളത്, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് എന്ന് കാണണം. പക്ഷേ സ്വാഭാവികമായി പ്രചരണ രംഗത്ത് കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടെ ഗ്യാരണ്ടിയാണ് തീർച്ചയായും. അപ്പോൾ അതേ വ്യക്തി തന്നെ പറയുന്നു, ഇത് പറയുമ്പോൾ അത് BJPയുടെ മാത്രം ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം കാണാതെ പോകരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നതിനെ കുറിച്ച് ഈ പൊതുവെ സ്വതന്ത്രമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം നോക്കി കാണുന്നവർക്ക് ഒരു ചിന്തയുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടി വികസന മുദ്രാവാക്യമാണ് ആദ്യഘട്ടത്തിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ജൂനിയർ BJP നേതാക്കൾ ചിലരുടെ ഭാഗത്തു നിന്ന് ചില അബദ്ധ പ്രസ്താവനകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ നരേന്ദ്രമോദിയുടെ വായിൽ നിന്നും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാര്യമായ വിദ്വേഷ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഗുജറാത്ത് കലാപം കത്തി നിന്ന സമയത്ത് പോലും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു വിശ്വഗുരു, ഒരു സ്റ്റേറ്റ്സ്മാൻ, ലോകം ആദരിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി ഉയർത്തപ്പെടുകയായിരുന്നു. ലോകമാധ്യമങ്ങൾ ഒരു അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തെ തുടർന്നുകൊണ്ട് മോദിക്ക് വിസ നിഷേധിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഒക്കെ പഴങ്കഥയായി മാറി. റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് അമേരിക്കയിൽ കിട്ടുന്നത്, ലോകത്ത് എല്ലായിടത്തും കിട്ടുന്നത്. വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു ലോക നേതാവിനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തി ആ വില നഷ്ടപ്പെടുത്താമോ എന്ന ഒരു ചിന്തയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയാണ്, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, ഭൂരിപക്ഷ വിഭാഗത്തിന്റെ മാത്രം പ്രധാനമന്ത്രിയല്ല. അപ്പോൾ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, പ്രധാനമന്ത്രി എന്ന നിലയിലാണോ മോദി അത് പറയുന്നത്, അതോ BJP നേതാവും താരപ്രചാരകൻ എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിലാണോ പറയുന്നത്? ഏത് കപ്പാസിറ്റിയിൽ പറഞ്ഞാലും ഇവിടെ ഒരുപക്ഷെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ ഒരു ധ്രുവീകരണം NDAക്ക് അനുകൂലമായി സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷിക്കുന്നത് വികസന മുദ്രാവാക്യം 2047 ഭാരതത്തെ വികസന രാജ്യമാക്കി മാറ്റും. ഓൾറെഡി 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിരിക്കുന്നു. ഇന്ത്യ വളരാൻ വെമ്പുകയാണ്. അതിന് സുസ്ഥിര സർക്കാർ ഉണ്ടാകണം, മോദിക്ക് മാത്രമേ അത് നൽകാനാവൂ എന്ന പ്രചരണം ഭാഗികമായി മാത്രമേ ഏൽക്കുന്നുള്ളൂ അതുകൊണ്ടാണോ സംവിധായകരുടെ ഇടയിൽ ഒരു തണുത്ത പ്രതികരണം? അത് മറികടക്കാൻ വേണ്ടി, അവരെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇത്? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇപ്പോൾ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നു. അതുകൊണ്ട് ഈ പ്രചരണത്തിന്റെ പിച്ചും ടോണും ടെനറും മാറിയത് NDA മുന്നണിയെയും മോദിയെയും ഒരു പരിധിവരെയെങ്കിലും ഗുണപരമായി ബാധിക്കുമോ? BJPക്കും NDAക്കും അധികാരത്തിൽ വരാൻ ഈ കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്റെ അഭിപ്രായം BJP വികസന മുദ്രാവാക്യം കൊണ്ട് മാത്രം അധികാരത്തിൽ വരാമായിരുന്നു. അതിനുള്ള സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് നീങ്ങാതെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു കംഫർട്ടബിൾ മാർജിൻ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ലേശം കുറവാണെങ്കിലും കംഫർട്ടബിൾ മാർജിൻ 300-ലധികം സീറ്റുമായി ദേശീയ ജനാധിപത്യം അധികാരത്തിൽ വരേണ്ടതാണ്. അതിന് വിദ്വേഷ പ്രസംഗങ്ങളുടെ ആവശ്യം ഒരുപക്ഷെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.